ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഇഡി കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ ചിരിയാണ്. ഗൗതം, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 10 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അഴിമതി കുരുക്കിലാണ് അരവിന്ദ് കെജ്രിവാൾ അകപ്പെട്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി അകപ്പെട്ടിരിക്കുന്നത്. മുഖംമൂടി, അഴിമതി വിരുദ്ധ സമീപനത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മുഖംമൂടിയാണ് അരവിന്ദ് കെജ്രിവാളിലൂടെ ആം ആദ്മിയുടേതടക്കം അഴിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രതിരോധത്തിലായി കഴിഞ്ഞു ആം ആദ്മിയും ഒപ്പം പ്രതിപക്ഷ നിരയും, ഒപ്പം കോടതിയുടെ നടപടികളുടെ മറ്റു വിവരങ്ങൾ കൂടി. കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അറസ്റ്റിന്റെ അനിവാര്യത എന്താണ് എന്നത് സംബന്ധിച്ച് കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അറസ്റ്റിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഫ്രീ ആയി നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കേസിന്റെ അന്വേഷണത്തെ അത് വളരെ ദോഷകരമായി ബാധിക്കും. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കുവാൻ കെജ്രിവാൾ ശ്രമിച്ചേക്കാം തുടങ്ങിയ വാദഗതികൾ നിരത്തിക്കൊണ്ടാണ് ഈ അറസ്റ്റിന്റെ അനിവാര്യതയെപ്പറ്റി കോടതിയെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ധരിപ്പിക്കുന്നത്. അതേസമയം 10 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കും. ഇ ഡി ആവശ്യപ്പെടുന്നത് പോലെ 10 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഡൽഹി സർക്കാരിനും അത് വലിയ തിരിച്ചടിയായി മാറും. അങ്ങനെയെങ്കിൽ തീഹാർ ജയിലിലേക്കാണ് ഇനിയും ഈ അരവിന്ദ് കെജ്രിവാളിനെ മാറ്റുക. സാധാരണയായി ഡൽഹിയിൽ അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെടെപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രതികളെ എല്ലാം പാർപ്പിക്കുന്നത് തീഹാർ ജയിലിലേക്കാണ്. അവിടേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോകും. എന്തായാലും നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ വാദഗതികൾ കോടതിക്ക് മുമ്പാകെ വെക്കുന്നു. 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിടണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഇനിയും കോടതി ഈ നിലപാട് അംഗീകരിച്ച് ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ അയക്കുകയാണെങ്കിൽ അടുത്തതായി ഏവരും ഉറ്റുനോക്കുന്നത് ഡൽഹിയുടെ ഭരണം ആര് നയിക്കും എന്നത് സംബന്ധിച്ചാണ്. കാരണം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്ത് തന്നെ മുഖ്യമന്ത്രിയായി തുടരും. ജയിലിൽ കിടന്നുകൊണ്ട് താൻ ഭരണം നിർവഹിക്കും തുടങ്ങിയ പ്രഖ്യാപനമാണ് ആം ആദ്മി പാർട്ടി കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പക്ഷേ ഈ തീഹാർ ജയിലിന്റെ നിയമം അനുസരിച്ച് 2 ദിവസം മാത്രം, അതായത് ആഴ്ചയിൽ 7 ദിവസത്തിൽ 2 ദിവസം മാത്രമാണ് ആളുകൾക്ക് വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യുന്നത്. അതായത് പുറത്തുനിന്നും ആളുകൾക്ക് വന്ന് കൂടിക്കാഴ്ച നടത്താൻ, ഒരു ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയുമായി കൂടിക്കാഴ്ച നടത്തുവാനുള്ള അവസരം ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ അതൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. ജയിലിനകത്ത് കിടന്നുകൊണ്ട് മന്ത്രിസഭാ തീരുമാനങ്ങളും മറ്റും കൈക്കൊള്ളാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ കെജ്രിവാൾ ഒന്നെങ്കിൽ രാജിവെക്കണം, അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത കെജ്രിവാളിന്റെ മുന്നിലുള്ളത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ടുകൊണ്ട് തന്റെ ഔദ്യോഗിക വസതി ഒരു ജയിലാക്കി മാറ്റണം എന്ന അപേക്ഷ നൽകുകയാണ്. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ അതിന് തയ്യാറാകണമെന്നില്ല. നിലവിലെ നിയമപ്രകാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് ഡൽഹിയിലെ ഏതൊരു സ്ഥലവും അല്ലെങ്കിൽ ഏതൊരു പ്രദേശവും ജയിലാക്കി മാറ്റാനുള്ള അധികാരമുണ്ട്. അതിനാൽ ലഫ്റ്റനന്റ് ഗവർണർ ആ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതി വേണമെങ്കിൽ ഒരു ഔദ്യോഗിക ജയിലാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ അത്തരം ഒരു നീക്കം ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അങ്ങനെയെങ്കിൽ ഒന്നെങ്കിൽ കെജ്രിവാളിനെ രാജിവെച്ച് ഒഴിയേണ്ടി വരിക, മറ്റൊരു മുഖ്യമന്ത്രി ആ സ്ഥാനത്തേക്ക് എത്തിക്കുക. ഗൗതം, ഇവിടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം ഇത്തരത്തിൽ അഴിമതി കുരുക്കിലാണ്, അഴിമതി കേസിലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇത്തരത്തിൽ അഴിമതി കുരുക്കിലായത് ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ആര് മൂന്നാമൻ എന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരം തേടുമ്പോഴും അവരും അഴിമതി കഥയുടെ പിന്നാമ്പുറത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി മാറിയവരല്ലേ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദുഷ്കരവുമാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അഴിക്കുള്ളിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇദ്ദേഹം ഇപ്പോൾ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം, മറ്റൊരു മുതിർന്ന നേതാവ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിൽ രണ്ടാമനായിരുന്നത് മനീഷ് സിസോദിയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ മനീഷ് സിസോദിയെ ഇതേ കേസിൽ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തതാണ്. ഇപ്പോഴും സിസോദിയ ജയിലിൽ തന്നെ തുടരുകയാണ്. മറ്റൊരാൾ ആരോഗ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിനാണ്. കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 2022 മാർച്ചിൽ സത്യേന്ദ്ര ജെയിനെയും ആരോഗ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിനും ഇ ഡിയുടെ
പിടിയിലാവുകയും പിന്നീട് ജയിലിലേക്ക് നീങ്ങുകയും ചെയ്തു. അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം ഘട്ടം ഘട്ടമായി വിവിധ കേസുകളിൽ ജയിലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആം ആദ്മി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഭരണപ്രതിസന്ധിയും ഒപ്പം ആം ആദ്മി പാർട്ടിയെ ആര് മുന്നോട്ട് നയിക്കുമെന്നത് സംബന്ധിച്ചുള്ള പ്രതിസന്ധിയും രൂപപ്പെടുകയാണ്. ഇനിയൊരു മുതിർന്ന നേതാവുള്ളത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനാണ്. ഭഗവത് മാൻ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹിയിലെത്തിയ ഭഗവത് മാൻ അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി സുനിത ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഒരുപക്ഷെ AAPയുടെ സംഘടനാ ചുമതല, അതായത് AAPയുടെ കൺവീനർ സ്ഥാനം ഒരുപക്ഷെ ഭഗവത് മാൻ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരുമെന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. അതീഷി, അതോടൊപ്പം മറ്റ് യുവ നേതാക്കൾ, നിലവിൽ മന്ത്രിസഭയിലെ അംഗങ്ങളായിട്ടുള്ള അതീഷി മർലീന, അതോടൊപ്പം തന്നെ സൗരവ് ഭരദ്വാജ് തുടങ്ങിയ യുവ നേതാക്കൾക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. രാഘവ് ചദ്ധ പോലെയുള്ള യുവ നേതാക്കളുണ്ട്. പക്ഷെ ഇവര് പരസ്പരം പോരടിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനാൽ കെജ്രിവാളിന് ശേഷം മറ്റൊരാൾ ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടിക്കകത്ത് അത് വലിയ ഭിന്നതകൾക്ക് വഴിവെക്കാൻ ഒരു സാധ്യത കൂടി നിലവിലുണ്ട്. അതിനാൽ വലിയ ആശയക്കുഴപ്പം ഈ അധികാര കൈമാറ്റം സംബന്ധിച്ചും AAPക്കകത്തുണ്ട് എന്നതാണ് വസ്തുത. ഭരണപരമായ ഗൗതം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നു. ഒപ്പം പ്രമുഖ നേതാക്കളായ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെയൊക്കെ ഒരു അസാന്നിധ്യമുണ്ട്. ഇത് പാർട്ടിയെ വരും ദിവസങ്ങളിൽ എത്രത്തോളം അസ്ഥിരപ്പെടുത്താനാണ് സാധ്യത? പ്രത്യേകിച്ച് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ കണ്ടുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് എത്തിയ ധാരാളം അണികളും നേതാക്കളുമുണ്ട്. ഇതൊക്കെയും കെട്ടിപ്പൊക്കിയ ഒരു പ്രതിച്ഛായ മാത്രമാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിയുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ പാർട്ടിയുടെ ഭാവി അതിൻ്റെ തുലാസിലാകാനുള്ള, വലിയ പ്രതിസന്ധിയിലാകാനുള്ള ഒരു സാധ്യതയുമുണ്ടല്ലേ? വലിയ ആദർശം പ്രസംഗിച്ചും അതല്ലെങ്കിൽ അഴിമതിക്കെതിരെ വലിയ നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പിറവിയെടുക്കുന്നത്. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന സംഘടനയിലൂടെയാണ് കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. ആ ഘട്ടം നമുക്കറിയാം. UPA സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ കൊള്ളയടിച്ചിരുന്ന അഴിമതി, 2G സ്പെക്ട്രം, അതോടൊപ്പം തന്നെ കൽക്കരി കുംഭകോണം, കോമൺവെൽത്ത് അഴിമതി തുടങ്ങി രാജ്യത്തിന്റെ ഖജനാവിനെ കൊള്ളയടിച്ച അതിഭീമമായ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ നടത്തിയ 2011 ജൻ ലോക്പാൽ ബിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ ചുവട് പിടിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധേയനാകുന്നത്. അന്ന് അഴിമതിക്കെതിരെ എന്ന് മാത്രമല്ല, മദ്യത്തിനെതിരെ പോലും ഉറച്ച നിലപാട് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഗാന്ധിയനായ അണ്ണാ ഹസാരെയുടെ ചുവട് പിടിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം മദ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഗാന്ധിയനാണ്. സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളും അന്ന് മദ്യത്തിനെതിരെ ഉൾപ്പെടെ വലിയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അതേ അരവിന്ദ് കെജ്രിവാൾ പക്ഷെ പിന്നീട് അധികാരം ലഭിക്കുമ്പോൾ വിവിധ അഴിമതി കേസുകളിൽ, അതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് കെജ്രിവാളിനെതിരെയുള്ള ഒരു കേസല്ല ഡൽഹി മദ്യനയ അഴിമതി. ഈ ജലബോർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു അഴിമതി ആരോപണം കെജ്രിവാൾ നേരിടുന്നുണ്ട്. ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളുടെ പേര് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട അഴിമതി, അതോടൊപ്പം തന്നെ സ്വന്തം വസതി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് ഡൽഹിയിൽ അധികാരത്തിലേറുമ്പോൾ കെജ്രിവാൾ താൻ കേവലം സാധാരണക്കാരനാണ്, ആം ആദ്മിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറിയ കെജ്രിവാളിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ 50 കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ചത് എന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ രോക്ഷമുണ്ടായ വാർത്തയായിരുന്നു. കാരണം കെജ്രിവാളിന്റെ വീട്ടിലെ റൂമിലെ കർട്ടനുകൾക്ക് ഒരു കർട്ടന് 1 കോടി രൂപ വീതം വിലയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു. അങ്ങനെ വീടിന്റെ മോടി പിടിപ്പിക്കലിന് മാത്രം 50 കോടി രൂപ ചെലവഴിച്ച അരവിന്ദ് കെജ്രിവാൾ ഒരു സാധാരണ പൗരനല്ല, ആം ആദ്മി അല്ല എന്ന കൃത്യമായ സന്ദേശം അതിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അഴിമതികൾ വിവിധ രീതിയിലും വിവിധ ഭാവത്തിലും ആം ആദ്മി പാർട്ടിയെ കവർന്നെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് കേസുകൾ, പ്രത്യേകിച്ച് ആം ആദ്മി സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾക്കൊപ്പം മന്ത്രിമാർ ലൈംഗിക അരാജക കേസുകളിൽ ഉൾപ്പെടെ മന്ത്രിസ്ഥാനം രാജിവെച്ച സന്ദീപ് കുമാറിനെ പോലുള്ള മന്ത്രിമാരെ നമുക്ക് മറന്നുകളയാൻ സാധിക്കത്തില്ല. ഡൽഹി കലാപത്തിൽ നേതൃത്വം നൽകിയ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറിനെ പറ്റി നമുക്ക് കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം അഴിമതി ആരോപണങ്ങൾ നിറഞ്ഞ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ അരാജകവാദികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമായി ആം ആദ്മി രാഷ്ട്രീയം പല ഘട്ടങ്ങളിൽ മാറി എന്നത് ഒരു വസ്തുതയാണ്. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.